നമസ്കാരം. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം തിയേറ്റർ റിലീസാണ്. കഴിഞ്ഞ വർഷം IFFKയിൽ പ്രദർശിപ്പിച്ചപ്പോൾ മികച്ച അഭിപ്രായം നേടിയ ചിത്രമാണ്. ഒറ്റവാക്കി പറഞ്ഞ ഗംഭീര സിനിമ. തിയേറ്ററിൽ തന്നെ കണ്ട് അനുഭവിച്ചറിയേണ്ടുന്ന ഒരു കാഴ്ച. കൈകാര്യം ചെയ്യുന്ന വിഷയം, പ്രകടനങ്ങൾ, അവതരണം, അങ്ങനെ എല്ലാ മേഖലകളിലും മികവ് പുലർത്തിയ ഒരു കിടിലൻ സിനിമ തന്നെയാണ് ആട്ടം. കണ്ടില്ലെങ്കിൽ നഷ്ടമെന്ന് സുഹൃത്തുക്കളോട്, സിനിമ ആസ്വാദകരോട് ഒരു മടിയുമില്ലാതെ പറയാൻ പറ്റുന്ന ഒന്ന്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. സിനിമയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് അരങ്ങ് എന്ന തിയേറ്റർ ഗ്രൂപ്പിനെ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പ്രൊഫഷണൽ നാടക ട്രൂപ്പാണ്. 12 പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അവരുടെ ഒരു സ്റ്റേജ് പെർഫോമൻസോടുകൂടിയാണ് സിനിമ ആരംഭിക്കുന്നത്. വൈകാതെ ആ കൂട്ടത്തിലെ ആൾക്കാരെ മെല്ലെ നമ്മൾ പരിചയപ്പെടുന്നു. ഏക സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അഞ്ജലിയിലൂടെയാണ് കഥയുടെ പ്രധാന പോയിന്റിലേക്ക് കടക്കുന്നത്. അതെന്താണ് എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കണ്ടു തന്നെ അറിയാം. ഒരു ത്രില്ലർ പശ്ചാത്തലത്തിലൂടെ ഈ കഥാപാത്രങ്ങളിലൂടെയുള്ള യാത്ര കൂടെയാണ് ആട്ടം എന്ന് ചിത്രം പറയുന്നത്. സിനിമയുടെ ഏറ്റവും പ്രധാനമായും പരാമർശിക്കേണ്ടുന്ന 2 കാര്യങ്ങളിൽ ഒന്ന് തിരക്കഥയും മറ്റൊന്ന് പ്രകടനവുമാണ്. സാധാരണ നമുക്കത്ര പരിചയമല്ലാത്ത മുഖങ്ങൾ വന്നു കഴിയുമ്പോൾ ശ്രദ്ധിക്കും. അവരുടെ യഥാർത്ഥ പേരുകൾ അറിയാനുള്ള ശ്രമം എന്നെ സംബന്ധിച്ചോളം കുറവാണ്. കുറച്ച് കഴിയുമ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇവരെക്കുറിച്ച് അറിയാറാണ് പതിവ്. ഇത്തവണ പക്ഷേ എൻ ക്രെഡിറ്റ് വന്നപ്പോൾ കഥാപാത്രത്തിൻ്റെയും യഥാർത്ഥ പേരുകളുടെയും ഒരു ഫോട്ടോ ഞാൻ എടുത്തു വെച്ചു. അതിൽ തന്നെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ കലാഭവൻ ഷാജോൺ, സെറിൻ ഷിഹാബ് എന്നിവരൊഴികെ ബാക്കി പ്രധാന വേഷങ്ങളിൽ വന്നവരെല്ലാം യഥാർത്ഥ പേരുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗം തന്നെയാണ് കഥാപാത്രത്തിന് നൽകിയിട്ടുള്ളത്. ഉദാഹരണത്തിന് വിനയ് ഫോർട്ടിൻ്റെ കഥാപാത്രം വിനയ് എന്നുള്ളതാണ്. ഇനി പ്രകടനത്തിലേക്ക് വന്നാൽ വിനയ് ഫോർട്ടിൻ്റെ ഗംഭീര പ്രകടനം തന്നെയായിരുന്നു. അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ വേണമെങ്കിലും കാര്യങ്ങളെ നീക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. അയാൾ വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങാത്തതിൽ അമർഷമുള്ള ഒരു വ്യക്തി കൂടിയാണ്. തുടക്കത്തിൽ തന്നെ ഈ കഥാപാത്രത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നിടത്തു നിന്നും വരുന്ന മൊമെൻറ്റ്സിലൊക്കെ വിനയ് ഫോർട്ട് അസാധ്യമായി തന്നെ ചെയ്തിട്ടുമുണ്ട്. പ്രത്യേകിച്ച് അയാളുടെ ഒരു ഡബിൾ സ്റ്റാൻഡ് പരിപാടിയൊക്കെ കൺവിൻസിംഗ് ആയി സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. ഇതിനൊപ്പം തന്നെ പരാമർശിക്കേണ്ടതാണ് അഞ്ജലി എന്ന കഥാപാത്രമായിട്ട് എത്തുന്ന സെറിൻ ഷിഹാബിൻ്റെ പ്രകടനം. വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ ആ കഥാപാത്രം കടന്നു പോകുന്നുണ്ട്. ഇൻറ്റൻസ് ആയി തന്നെ ആ ഫീൽ കാണുന്ന പ്രേക്ഷകന് ലഭിക്കുന്നുണ്ട്. അവസാന രംഗങ്ങളൊക്കെ ആകുമ്പോൾ ഓർഗാനിക്കായി തന്നെ അത് പ്രകടനത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അതിൽ പൂർണ്ണമായും വിജയിക്കുന്നതും കാണാം. സിനിമയ്ക്കൊപ്പം നാടകവും കൊണ്ടുപോകുന്ന ഹരി എന്ന കഥാപാത്രമായാണ് കലാഭവൻ ഷാജോൺ എത്തുന്നത്. ഈ അടുത്ത കാലത്ത് കണ്ടതിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട പ്രകടനമെന്ന് നിസ്സംശയം പറയാം. സുർജിത്, നന്ദൻ ഉണ്ണി എന്നിവരാണ് നമുക്ക് പരിചയമുള്ള മറ്റു മുഖങ്ങൾ എന്ന് പറയാവുന്നത്. സെൽവരാജ് രാഘവൻ, അജി തിരുവാങ്കുളം, സുധീർ ബാബു, മദൻ ബാബു, സന്തോഷ് പിറവം, സിജിൻ സിജീഷ്, ജോളി ആന്റണി, സനോഷ് മുരളി, പ്രശാന്ത് മാധവൻ എന്നിവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിലെത്തിയത്. എല്ലാവരും ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ആ കഥാപാത്രങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി നൽകി തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ശ്രദ്ധേയം. ഇവരുടെ ഒരു കോമ്പിനേഷൻ കെമിസ്ട്രി, ആശയങ്ങൾ മാറുന്നത്, അതിനനുസരിച്ച് പുതിയ കൂട്ടുകൾ ഉണ്ടാവുന്നത്, ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അതിനെ നോക്കിക്കാണുന്നത് ഒരു രക്ഷയുമില്ലാത്ത പ്രകടനങ്ങളായിരുന്നു. വീണ്ടും സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവരെ തെരഞ്ഞു വരട്ടെ എന്ന് തന്നെയാണ് ഇത് കണ്ടപ്പോൾ ഉണ്ടായ മനസ്സിൽ തോന്നിയൊരു ആഗ്രഹവും. അരങ്ങ് എന്നത് ഇവരുടെ ഒരു കൂട്ടായ്മയാണ്. നാടകത്തെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുടെ കൂട്ടവുമാണ്. ഷെഫായിട്ടുള്ള ഒരാൾ, പ്ലംബിംഗ് ജോലി ചെയ്യുന്ന ആൾ, പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ആൾ, അങ്ങനെ അവരുടെ നിത്യജീവിതം എന്ന് പറയുന്നത് മറ്റൊരു തൊഴിലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുമാണ്. നാടകം സിനിമയുടെ പ്രധാന പ്രമേയമായിട്ട് വരുന്നതുകൊണ്ട് സിനിമയിലെ നാടകം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഒട്ടേറെ കാഴ്ചകളുണ്ടെങ്കിലും KG ജോർജിൻ്റെ യവനിക തന്നെയാണ്. അതിൽ കഥാപാത്രം ശക്തനാവുന്നതും അല്ലാത്ത സമയത്ത് യഥാർത്ഥ മനുഷ്യനായി നിൽക്കുമ്പോൾ നിസ്സഹായനാവുന്ന കഥാപാത്രങ്ങളുണ്ട്. അയാളുടെ ഐഡൻറ്റിറ്റിയിൽ നിന്നും ബീഡി വലിച്ചു കളഞ്ഞ് ഒറ്റ നിമിഷം കൊണ്ട് കഥാപാത്രമായി സ്റ്റേജിൽ വരുന്നവരുണ്ട്. ഇടുങ്ങിയ വഴികളിലൂടെ സ്റ്റേജിലേക്ക് കയറുന്ന ശക്തമായ കഥാപാത്രങ്ങളുണ്ട്. നാടകത്തിലെ കഥാപാത്രവും യഥാർത്ഥ മനുഷ്യരെയും KG ജോർജ് ഇങ്ങനെ വേറെ പല ഡയമെൻഷൻസിലും ആ സിനിമയിൽ പരിഗണിച്ചിട്ടുമുണ്ട്. ഇവിടെ ഞാൻ യവനിക എന്ന സിനിമയുമായിട്ട് കമ്പയർ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. ആട്ടത്തിൽ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുമല്ല. ആട്ടം എന്ന സിനിമ കണ്ടപ്പോൾ ഓർമ്മ വന്ന കാര്യം ഇവിടെ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. നാടകം, നാടകക്കാർ, കലാകാരന്മാർ എന്നതിലേക്കും അവിടെ നിന്ന് വീണ്ടും മനുഷ്യനിലേക്കും കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ആട്ടം സിനിമയുടെ ഒരു ലെയർ എന്ന് പറയുന്നത്. കോംപ്രമൈസ് എന്നതിൽ നിന്നും നമ്മൾ കലാകാരന്മാർ അല്ലേ ഇപ്പോൾ അതിനേക്കാൾ ഉചിതമായൊരു തീരുമാനം എടുക്കേണ്ടേ എന്നതിലേക്ക് 2 ഘട്ടത്തിൽ ഇവർക്കിടയിൽ ഒരു സംസാരം വരുന്നുണ്ട്. അവിടെയാണ് മനുഷ്യനിലേക്കും അവൻ്റെ സാഹചര്യങ്ങളിലേക്കും സിനിമ കാര്യമായിട്ട് തന്നെ പോകുന്നതും. മനുഷ്യന് അവൻ്റെ നിലനിൽപ്പ്, അതിനുവേണ്ടി പലതും മറച്ചു വയ്ക്കേണ്ടി വരുന്നത്, മറ്റൊരാൾ അതൊക്കെ അറിഞ്ഞാൽ എന്ത് കരുതും എന്നുള്ള പേടിയൊക്കെ കഥാപാത്രങ്ങളുടെ സാഹചര്യങ്ങളിലൂടെ ഡീറ്റെയിൽഡായി തന്നെ ആനന്ദ് ഏകർഷി ഈ സിനിമയിൽ സംസാരിക്കുന്നുമുണ്ട്. സീനുകൾ വെച്ച് തന്നെ പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇപ്പോൾ പറഞ്ഞാൽ അത് സ്പോയിലർ ആകുമെന്നതിനാൽ മുതിരുന്നില്ല. കണ്ടു തന്നെ അറിയാനുള്ളത് സിനിമയിലുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അത്രയും ഷാർപ്പായ ഗംഭീരമായ തിരക്കഥ. മനുഷ്യൻ്റെ ഗ്രേ ഷെയ്ഡ് എന്നതിനെ മികച്ച രീതിയിൽ തന്നെ ചിത്രം വരച്ചിടുന്നുമുണ്ട്. 12 ആണുങ്ങളും ഒരു പെണ്ണും എന്നിടത്തു നിന്നും സ്റ്റേജിലെ പുതിയൊരു കാഴ്ചയിലേക്ക് മാറുമ്പോൾ തല ഉയർത്തി നിൽക്കുന്നവരുടെ കൂടെയുള്ള യാത്ര കൂടെയാണ് ആട്ടം എന്ന സിനിമ.
കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തന്നെയാണ് ഉടനീളം പോകുന്നത്. ഒന്നാമത് കഥാപാത്രങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അതിൽ തന്നെ അപ്രതീക്ഷിതമായി വരുന്ന ട്വിസ്റ്റുകൾ, ഓർഗാനിക്കായി തന്നെ സിനിമയിൽ ഉടനീളം അത് വരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏച്ചു കെട്ടിയതെന്നോ മുഴച്ചു നിൽക്കുന്നതെന്നൊരു ഫീൽ എവിടെയും ഉണ്ടാകുന്നുമില്ല. ത്രില്ലും ടെൻഷനും ആകാംക്ഷയും തമാശയും ഒക്കെ അതിനിടയിൽ വന്നു പോകുന്നുമുണ്ട്. അതിനൊപ്പം തന്നെ നമ്മുടെ ഒരു സാമൂഹ്യ സാഹചര്യത്തെ കൂടെ ഓരോ കഥാപാത്രങ്ങളുടെയും കാണിച്ചു തരുന്നുണ്ട്. കള്ളു കുടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആണിൻ്റെയും പെണ്ണിൻ്റെയും അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പറയുന്നതൊക്കെ അതിൽ മികച്ച പാർട്ടായിട്ട് തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ടെക്നിക്കൽ സൈഡിൽ ആദ്യം പറയേണ്ടത് ബേസിൽ CJയുടെ പശ്ചാത്തല സംഗീതമാണ്. മിക്ക സ്ഥലത്തും സൈലൻസിന് പ്രാധാന്യം കൊടുത്ത് തന്നെയാണ് സിനിമ പോകുന്നത്. പ്രധാനപ്പെട്ട മൊമെൻറ്റ്സിലൊക്കെ ഒരു ഇൻറ്റൻസ് ഫീൽ ലഭിക്കുന്നതിൽ പശ്ചാത്തല സംഗീതം പ്രധാന പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. സൗണ്ട് ഡിസൈൻ കിടിലനായിരുന്നു. പ്രത്യേകിച്ച് ഈ ബാക്ക്ഗ്രൗണ്ടിൽ പെയ്യുന്ന മഴയൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ക്യൂരിയോസിറ്റി ഉടനീളം നിലനിർത്തി പോകുന്നതിൽ എഡിറ്റിംഗ് പാറ്റേണും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അനിരുദ്ധ് അനീഷ് ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് മഹേഷ് ഭുവനേന്ദ്, സൗണ്ട് ഡിസൈൻ രംഗനാഥ് രവി എന്നിവരാണ് കൈകാര്യം ചെയ്തത്. ടെക്നിക്കൽ സൈഡ് മൊത്തത്തിൽ നോക്കിയാലും ഗംഭീരമായിട്ടുള്ള വർക്ക് തന്നെയാണ്. ഒരു കുറ്റകൃത്യം, ഒരു സ്പേസ്, അവിടെ 13 മനുഷ്യർ. സിനിമ ഇറങ്ങുന്നതിന് മുന്നേ വന്ന പോസ്റ്ററുകളിലും സമാനമായ എഴുത്തുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സ്പേസിൻ്റെ സാധ്യതകളെ ആട്ടം എന്ന സിനിമ ഗംഭീരമായി തന്നെ പരിഗണിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു മസ്റ്റ് വാച്ച് സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. റിയലിസ്റ്റിക് ആയി തന്നെ പോകുന്ന സമയത്തും പ്രേക്ഷകനെ പൂർണ്ണമായി പിടിച്ചിരുത്തി തന്നെ മുന്നോട്ട് പോകുന്നുമുണ്ട്. സംഭവ വികാസങ്ങളെ ഓർഗാനിക്കായി തന്നെ ഉടനീളം കൊണ്ടുവരുന്നുണ്ട്. ആര് ചെയ്തു എന്ന ചോദ്യത്തിൽ തുടങ്ങി അവസാനം അഞ്ജലിയുടെ കഥാപാത്രം പറഞ്ഞു വയ്ക്കുന്നത് വരെയുള്ള യാത്ര എന്നത് കാണേണ്ടുന്ന ഒരു യാത്ര തന്നെയാണ്. 2024 ആദ്യ തിയേറ്റർ അനുഭവം മികച്ചതായി. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.